തിരുവനന്തപുരത്ത് സൂംബ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തു. മീര മനോഹരാണ് വിവരങ്ങളുമായി ചേരുന്നത്. മീര, സൂംബ വലിയ ചർച്ചയാണ്. ഏതായാലും ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സൂംബയ്ക്കായി അതിശക്തമായി നിലകൊള്ളുന്ന ആളുമാണ്. അദ്ദേഹം പല ആവർത്തി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഹലോ മലയാളത്തിലും എതിർക്കുന്നവരെ അതിനിശിതമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. ഇന്ന് ഈ ഫ്ലാഷ് മോബിൽ അദ്ദേഹം കൂടി പങ്കെടുക്കുമ്പോൾ അത് കൂടുതൽ ആവേശകരമായിരുന്നു കാണുമല്ലേ? തീർച്ചയായും ലക്ഷ്മി, ആവേശമായിരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ഈ സൂംബ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സൂംബ അവതരിപ്പിച്ചത്. അതിലുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സൂംബ? ഇഷ്ടമായോ? ഓ, ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ് സൂംബയോട്. ലൈഫ് ഇങ്ങനെ മൊത്തം റീഫ്രഷ് ആയോ? പിന്നെ ഈ സ്കൂളിൽ സൂംബ വരുന്നത് ഇഷ്ടമാണോ? ആവശ്യം തന്നെ. എങ്ങനെയുണ്ട്? ഇഷ്ടമായി? ഇഷ്ടമായി. സ്കൂളിൽ ചെയ്യാറുണ്ടോ? സ്കൂളിൽ വൈകുന്നേരം ചെയ്യാറുണ്ട്. സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ കുട്ടികളെല്ലാം ആവേശത്തിൽ തന്നെയാണ്. ഒരുപാട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരവധി കുട്ടികളാണ് ഇത്തരത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത്. സൂംബ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തിയത്. അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ അവിടെ എത്തി. സൂംബ അദ്ദേഹം തന്നെ പങ്കെടുത്തിട്ടില്ല, പക്ഷേ സൂംബ ഉൾപ്പെടെ കണ്ട് ഈ കുട്ടികളുടെ ആവേശത്തോടൊപ്പം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ നിന്നു. നമുക്കറിയാം, ദിവസങ്ങളായി സൂംബ ചർച്ചയാവുക തന്നെയാണ്. ആ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ കുട്ടികൾ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സൂംബ? സൂപ്പറായിരുന്നു. സ്കൂളിലൊക്കെ ഉണ്ടല്ലേ? സ്കൂളിൽ പഠിപ്പിക്കും. അടിപൊളി. എങ്ങനെ ഒരു ആവേശം തരുമോ? അടിപൊളിയാണ്. സൂപ്പറാണ് സൂംബ. നല്ല പരിപാടിയുണ്ട്. ശിവൻകുട്ടി മന്ത്രിയൊക്കെ വന്നല്ലോ. കണ്ടു. സന്തോഷമായി? സന്തോഷമായി. അപ്പോൾ സ്കൂളിൽ നടത്തുന്നതിനോട് ഇഷ്ടമാണ്. ആവേശം തന്നെയാണ്. ആവേശം തന്നെ. അപ്പോൾ കുട്ടികളൊക്കെയും ആവേശത്തിൽ തന്നെയാണ് ലക്ഷ്മി. സ്കൂളിൽ നടത്തുന്നതിനോടും വളരെ സന്തോഷം തന്നെയാണെന്നാണ് കുട്ടികളും പ്രതികരിക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് ശിവൻകുട്ടി ഉൾപ്പെടെ ഇവിടെ എത്തി. ഇതിൽ പങ്കെടുത്തില്ലെങ്കിലും കുട്ടികളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ചു. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു അവിടെ കുട്ടികൾ. ഏതായാലും മീര മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ